ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തി, പുട്ട്, അപ്പം, ഇടിയപ്പം, ചോറ്, റൈസ്, ബിരിയാണി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുക്കാം. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങനീര് ചേർത്ത് ഒന്ന് അരമണിക്കൂർ, മിനിമം അരമണിക്കൂർ ഇടാം. നമുക്ക് തലേദിവസം രാത്രി പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ആവശ്യത്തിന് എത്ര ചിക്കൻ എടുക്കണേ, എത്ര സവാള എടുക്കണേ, ഈ സവാള വഴറ്റാനുള്ള അത്ര എണ്ണ ഒഴിക്കുക. ഒരു 1/4 കപ്പോളം എണ്ണയൊക്കെ ആവശ്യം വരും. അങ്ങനെ സവാള ഒന്ന് വഴണ്ട് കിട്ടണ്ടേ. അപ്പോൾ ആ എണ്ണയിലാണ് നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ കളറ് മാറി വൈറ്റ് കളറാവും. ആ സമയത്ത് നമ്മളത് കോരി മാറ്റുക. അതേ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിലെ കനം കുറച്ച് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അളവ് കുറയണതിനനുസരിച്ചിട്ട് സവാളയുടെയും തക്കാളിയുടെയും അളവ് കുറവ് എടുത്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും ഇത് 2 കിലോ ചിക്കനിലേക്കുള്ള അളവാണ്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് സവാള നന്നായിട്ട് തളർന്ന് വാടി വന്ന് കുറച്ച് കളർ മാറി. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് മസാലകളുടെയൊക്കെ നല്ല പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിനിടയിൽ ഇട്ട് കൊടുത്തത് നമ്മളൊരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. കറിവേപ്പിലൊക്കെ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ഇടാം. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. തീ സിമ്മിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ ഇതിലധികം എണ്ണയും വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല, നമ്മൾ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നന്നായിട്ട് മസാല മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് അടച്ചു വയ്ക്കുക, സിമ്മിലിടുക. തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം അധികം ഓയിലില്ലാത്ത കാരണം അടിയിൽ പിടിക്കും, പിന്നെ വെള്ളമില്ലല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തക്കാളി നന്നായിട്ട് അലിഞ്ഞു ചേരുന്ന വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൽ ചെറുതായിട്ട് ഇനി എണ്ണ തെളിയും. അതാണ് നമ്മുടെ പാകം. മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആ വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ വെള്ളം അധികം ഒഴിക്കുക. ഇവിടെ അധികം ഗ്രേവി എടുക്കാത്ത കാരണം എത്രയും ചേർക്കണമല്ലോ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് അതിലിട്ട് കൊടുക്കുക. ഇനി നമ്മൾ തീ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളെപ്പോഴും സിമ്മിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 2-3 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. തീ സിമ്മിൽ തന്നെ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് അടച്ചു വയ്ക്കണം. അപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തുറന്ന് വെച്ചിട്ട് വേവിക്കണ്ട. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം വന്നില്ലേ നേരത്തേക്കാളും. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ കളർ മാറി ചെറിയൊരു ബ്രൗൺ കളറാവണം ഗ്രേവിക്ക്. അപ്പോഴാണ് നല്ല കളറ്, നല്ല ഭംഗി ഉണ്ടാവുക ചിക്കൻ കറി കാണാൻ. അതുപോലെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ വേവിക്കുക. ഇനി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും.
പുളിയും ഉപ്പും മുളകും ഒക്കെ ബാലൻസ് ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കുക. ഇനി ഇത് എണ്ണ തെളിഞ്ഞില്ലേ, എണ്ണ തെളിയണതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.